നമസ്തേ സജ്ജനങ്ങളെ. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്ക് പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകം ലളിത് മഹൽ കല്യാണ മണ്ഡപത്തിൽ മഹർഷി സാന്ദീപനി രാഷ്ട്രീയ വേദ വിദ്യാ പ്രതിഷ്ഠാൻ പീപ്പിൾ ഫോർ ധർമ്മ ട്രസ്റ്റ് സംയുക്ത സംരംഭത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അനന്തപുരി വേദസമ്മേളനം 2023 6, 7, 8 തീയതികളിൽ നടക്കുകയുണ്ടായി. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവർകൾ ആയിരുന്നു. തദവസരത്തിൽ മറ്റ് പ്രമുഖ വ്യക്തികളും പങ്കെടുത്തിരുന്നു. വേദജപം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, സോദാഹരണ പ്രഭാഷണം, ഭാരതീയ വേദപ്രയോഗങ്ങൾ, സോപാന സംഗീതത്തിൽ സാമവേദത്തിൻ്റെ സ്വാധീനം, സാമവേദവും കർണാടക സംഗീതവും, വേദത്തിലെ ഭഗവത് നാമ മഹിമ, ശുക്ല യജുർവേദ പ്രയോഗങ്ങൾ, മാധ്വന്തിന ശാഖ, വേദത്തിലെ ഹസ്തമുദ്രകൾ, താന്ത്രിക മുദ്രകളും വേദമുദ്രകളും താരതമ്യ പഠനം, വാതൂല സൂത്രം പൊതുപഠനം, വേദമുദ്രകളുടെ സ്വാധീനം ക്ഷേത്രകലകളിൽ, മന്ത്രാർത്ഥ വിചിന്തനം, നങ്ങ്യാർ കൂത്ത്, ആശയവിനിമയ സദസ്സ്, സമകാലിക ലോകത്തിൽ വേദവിജ്ഞാനങ്ങളുടെ പ്രസക്തി, കേരളീയ വേദപ്രയോഗത്തിലെ പ്രകൃതി വികൃതി പാഠങ്ങൾ, ഭദ്രദീപം, താന്ത്രിക ക്രിയയിലെ വൈദിക ഭാവം, നാസ്തീയ സൂക്തം, അർത്ഥവിചിന്തനം, ഷോഡശ സംസ്കാര ക്രിയകളിലെ മന്ത്രാർത്ഥ വിചിന്തനം എന്നീ വിഷയങ്ങൾ 3 ദിവസം ഈ വേദിയിൽ നടക്കുകയുണ്ടായി. പ്രഭാഷണ പരിശീലനം, സന്ധ്യാവന്ദന പ്രയോഗം, അഗ്നോപാസന, അവയുടെ ഗുണഫലങ്ങൾ, കേരള പരദേശ സമ്പ്രദായങ്ങളിലെ ഋഗ്, യജുസ്, സാമ വിഭാഗങ്ങളിലെ ആചാര്യന്മാർ നയിക്കുകയുണ്ടായി. അതിൽ 3-ാം ദിവസം വേദിയിലും മറ്റും നടന്ന പ്രോഗ്രാമുകളുടെ പ്രസക്ത ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസ്സരം വേദമാതാവിന് മുന്നിൽ സമർപ്പിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് ഇപ്പം ചൊല്ലിയത് പൊട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ രൂപമാണ്. അതായത് ഇങ്ങനെ ഇരിക്കുമ്പോഴല്ല ചെല്ലാൻ പറ്റുക, അത് കുറച്ചൊരു മുഖാമുഖം വേണം, അപ്പോഴേ ശരിക്കും കണ്ടൊക്കെ ചെല്ലാൻ പറ്റുള്ളൂ. ഒരു ചെറിയൊരു ഇത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് 4 പദം ഒരാൾ ചെല്ലും. അദ്ദേഹം ചെല്ലണത് സാധാരണ സ്വരത്തിൽ, എന്നാൽ ഏറ്റു ചെല്ലുന്നവരുടെ സ്വരം കുറച്ചൊന്ന് വ്യത്യാസം വരും. സ്വരത്തിന് വ്യത്യാസമില്ല എങ്കിലും അതിൽ ഈണത്തിന് വ്യത്യാസം വരുന്ന കാരണം ഇപ്പോൾ മുഖാമുഖം കണ്ടൊക്കെ ചെല്ലുമ്പോഴേ അതൊന്ന് അപ്പോൾ കൈ എല്ലാവരും കൂടിയിട്ടൊന്ന് ഒരു ചെല്ലാം. ഇത് തന്നെ പദം ചെല്ലാം.
തന്നെ ഇതിലാണെങ്കിൽ ഔം ശൂനാറേ ഔം ശൂ പ്രത്യാതാം. ഇങ്ങനെ ഒറ്റൊന്ന് നീട്ടി ചെല്ലുന്നതിനെ ഒത്തിരി സാധാമാത്രയിൽ ഇല്ലാന്ന് പറയും. ഇത്രയും പ്രയോഗങ്ങളാണ് ഇന്ന് കേരളത്തിൽ ആയന്തയോ ീയോ യദോ യാദോ ആരോ ചഥാ പഞ്ചാനന്നാഗ്ന ആരോഹാഥാരോ ആർത്ഥായാരഹിം. ഇങ്ങനെ ഇത്തിരി പ്രയോഗങ്ങൾ എല്ലാ പാഠവും കാണിക്കുക, വേദത്തിൻ്റെ പാഠിക്കാൻ കാണിക്കുക. സ്വരപ്പം തന്നെ എൻ്റെ പ്രയോജന വ്യത്യാസമുണ്ട്. അത് പ്രയോഗിക്കുന്നവനും അതിന് ചങ്കിടില്ല എല്ലാവരും നമ്മുടെ ബുദ്ധി പുറം കഴിക്കണം. അതിനെ കയ്യിൽ പോകുന്നത് ഒരു ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. എന്താ ചിലണെന്ന് അറിയാൻ പറ്റില്ല. അത് വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന പ്രയോജനം ഘോഷം എന്നാണ് പറയുക. ഇങ്ങനെയല്ല രണ്ട് ശരീരം പുറത്തൊന്നും കഴിക്കില്ല. ഘോഷം എന്നതിൻ്റെ പേര്. ഘോഷം എന്നാ പേര്. അതിപ്പോൾ ഓരോ മാസ്റ്റർ പീസ് ഓരോ നോട്ടുകൾ അത്ര വരെയുണ്ട്. ഓരോ നോട്ട് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ തെറ്റായിട്ടുള്ള ഒത്തുകളുണ്ട് വലിയ വലിയ മഹാന്മാർക്ക്. അതിന് ആ പ്രയോഗത്തിന് വേണ്ടി മിനിമം 25 പേരെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു 10, 100, 150 പേരിൽ നിന്ന് ഒരാൾക്ക് ഇവിടെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് അത്ര ക്ലീനായിട്ട് ചിന്തിച്ചാലും മനസ്സിലാക്കണം. അതിന് വേറെ ഒരു 4 പൊട്ട എൻ്റെ 14, 14 കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ചെല്ലുന്ന വ്യക്തി അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഭാഗത്ത് ഇരിക്കുകയാണ്. അങ്ങനെയാണ് വേണ്ടത്. എങ്കിലും അങ്ങനെ ഇരിക്കണോ? സൗന്ദി കാണിച്ചു തന്നിട്ട് ഇവിടെ ഇദ്ദേഹം ഒരു 40-50 കൊല്ലം മുമ്പേ 16 വയസ്സുള്ളപ്പോൾ വ്യാമ്പുമേക്കാട്ട് നടന്ന ഓത്തൂട്ടിൽ 41 ദിവസവും കുട്ടിയായിരുന്നപ്പോൾ 13 വയസ്സ് 41 ദിവസവും വലിയ വലിയ മഹാന്മാരുള്ളപ്പം കഴിക്കാതെ ഘോഷം നടത്തിയ ആളാണ്. അന്ന് അക്കാലത്തെ ഘോഷത്തിന് ഏറ്റവും ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തി ഇദ്ദേഹത്തിന് ഈ സമ്മേളനത്തിന് കിട്ടിയത് നമ്മുടെ എല്ലാം ഒരു ഭാഗ്യമാണ്. ഇത് ഘോഷത്തിൽ നോക്കേണ്ടത് ഇതേപോലെ ചങ്ങടിച്ചത് അനുവർത്തിച്ച് ചെല്ലണ ആൾക്കാരെയും പിഴയ്ക്കാണ്ട് നോക്കണം, ചെല്ലുന്ന ആളെ പിഴയ്ക്കാണ്ട് നോക്കണം. പിഴച്ചാൽ പിന്നെ അവിടെ വെച്ച് നിർത്തണം എന്നാണ്. ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുക. അതും പിന്നെ ശബ്ദത്തിന് ഘോഷം വരുമ്പോൾ തന്നെ ശബ്ദത്തിന് പ്രാധാന്യമുള്ളതാണ്.
ശബ്ദവും അതുപോലെ വേണം. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അവസാനിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ സംഗതി എന്താ എവിടെ എത്തി എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ചില പദങ്ങളൊക്കെ മാറിച്ചെല്ലാം. ഇതൊക്കെ ഭയങ്കര ദോഷമാകുമ്പോൾ അത് മാറാണ്ടും അതിനെ അനുഭവിച്ച് അത് വേറൊരാൾ അവിടെ തലപ്പത്തിരിക്കണ ആരാണോ അവരെ അത് ഉത്തരവാദിത്തമാണ്. അവിടെ മാറാണ്ട് നോക്കുക, രണ്ടുപേരും ഇണക്കി കൊണ്ടുപോകാൻ കൂടിയുമാണ്. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അതിനാണ് കുറേ ആൾക്കാർ വേണം, അല്ലാണ്ട് 1-2 പേരെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയാൻ കാരണം ഇതാണ്. യജുർവേദ പാഠ പ്രകൃതി വികൃതി പാഠങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഈ വേദപണ്ഡിതന്മാരെ ആദരിക്കുവാനായി മുഞ്ചിറ സ്വാമിയ ശ്രീമദ് പരമേശ്വര ബ്രഹ്മാനന്ദ തീർത്ഥ സന്നിഹിതനാണ്. വൈദികൻ കൈമുക്ക് ഹരിണൻ നമ്പൂതിരി. കീഴാനല്ലൂർ യതീന്ദ്രൻ നമ്പൂതിരി. കൂടപ്പുഴ പരമേശ്വരൻ നമ്പൂതിരി. കടലൂർ ശ്രീനാഥ് നമ്പൂതിരി. തലപ്പണ ശ്രീനാരായണൻ നമ്പൂതിരി. ഒപ്പം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഇടമന നാരായണൻ പോറ്റി അവർ. തലപ്പണ ശ്രീനാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ഇടമന നാരായണൻ പോറ്റി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സ്വസ്തി നാമേകാമശ്വി നാഭഗ സ്വസ്തി ദേവ്യതിർവണ സ്വസ്തി ഭൂഷാ അസുരധാതുന സ്വസ്തി ദ്യാവാ പൃഥിവീ സുചേതുനാ സ്വസ്തയേ വായുമുപബ്രവാമഹൈ സോമം സ്വസ്തി ഭുവനസ്യ യസ്പതിഃ ബൃഹസ്പതിം സർവഗണം സ്വസ്തയേ സ്വസ്തയ ആദിത്യാസോ ഭവന്തു നഃ വിശ്വേ ദേവാനോ അദ്യ സ്വസ്തയേ വിശ്വാനരോ വസുരഗ്നി സ്വസ്തയേ ദേവാനവന്തു സ്വസ്തയേ സ്വസ്തി नो रुद्रः पात्वं वसः स्वस्ति मित्रावरुणा स्वस्ति पक्षैरेवतिः स्वस्ति न इन्द्रश्चाग्निश्च स्वस्ति नो अदिते पृथे स्वस्ति बन्धावनचरेव सूर्याचन्द्रमसा विव पुनर्दगदाघ्नराजानता सङ्गमे महे स्वस्त्वयनन्दारिक्षमरिष्टनेमिं महद्भोगं वायसं देवतानाम् असुरघ्नमिन्द्रसरं रवत्स बृहद्यशोन
भारे स्वभयं न अस्तु भद्राः प्रदोयन्द्र विश्वतो दद्धासो अपरेतास उद्भिदाः देवानो यथा सतमित्रथे असन्नप्रायो रक्षितारो दिवे दिवे देवानां भद्रासु मतिरजो यथा देवानां भातिरभिनो निवर्तताम् देवानां सख्यमुपसेदिमा वयं देवानाय प्रतिरन्त जीवसे अर्यवनं वरुणं सोममश्विना सरस्वतेन सुभगामयस्करत् तन्नो वातो मयो भुवातु भेषजं तन्माता पृथिवीरत्पिताद्योः रज्वानः सोमसुतो मयो भुवस्तदश्विना शृणवन् धृष्ण्यायुमन् तमेशानञ्जगरस्तस्थु सस्पतिं धियं जिन्ममवसे होमहे वयम् ओषानो यथा वेदसामसद्वृते रक्षिता आयुरदध्वः स्वस्तये स्वस्ति न इन्द्रो वृद्धश्रवा स्वस्ति नः पूषा विश्ववेदाः स्वस्ति हस्ताक्षो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु पृषदश्वामरुतः पृश्निमातरः शुभय्यावानो विदधेषु जग्मयः अग्निजिह्वामनभः सूरचक्षुषो विश्वेनो देवा अवसागमन्यः भद्रं कर्णेभिः शृणुयाम देव भद्रं पश्येमाक्षभिर्यजत्राः शरैरङ्गे तुष्टुवांसस्तनो भर्वसेम देवहि पय्यतायुः शतमिन्न शरथो अन्विदेवायत्राणस्तत्रा जलसन्दनोनाम् पुत्रासो यत्र पितरो भवन्ति मानो मध्यारेर्षता दुर्गन्धोः अजितर्जोरजितिरन्तरिक्षमजितर्मादासपितासपुत्रः विश्वे देवा अजितिः पञ्चदश अजितिर्जातमजितर्जनित्वम् पित्रे धर्मसुधिष्ठराम्यहमादित्यैरुत विश्वदेवैः अहं मित्रावरुणोपाधिभर्म्यहमिन्द्राग्नि अहमश्विनोभा अहं सोममानसं विभर्म्यहं दष्टावभूषणं भरम् अहं ददामि द्रविणं हविष्मदेव प्राये ये यजमानाय सन्धते अहं राष्ट्रे सङ्गमदेव सोनाञ्चिगुरुषे प्रथमा यज्ञियानाम् देवाव्यजतः पवित्रा भूरिस्थात्रां भूर्या एषयन्ति मया सो अन्नमत्ययो विपश्यति यः प्राणिति य एव शृणोत्युक्तम् अनन्तवो मां लोकश्चयन्ति श्रुतिश्रुतश्रद्धिमन्ते
ब्रह्मानन्दमछन्दं स्वमेधा अहं रुद्राय मधुरातनो यब्रह्मद्विशेषरभे अहन्तवाो अहं जनाय समदं गृणोम्यहं पृथिवी आविवेश अहं सुवेदितरमस्य मूर्धन्मयो निरक्ष्वा अन्तःसमुद्रे ततो विदिष्टे भुवनानि विश्वोतामोऽन्याम् अश्वनो भस्पृशामि अहमेव वात इव प्रवान्गारभमाना भुवनानि विश्वा परो इवा परदेना पृथिवी तावते महिना सम्बभूव हरिः ओम।
നൽകുന്നുണ്ടാവും. ആ ആമുഖത്തിന് ശേഷം നമുക്ക് ആ പ്രബന്ധത്തിലേക്ക് കടക്കാം. മമ പ്രണാമാഹ. സർവേഷാം സുലഭാവഗാഹനായ അഹം കൈരളിഭാഷാമാശ്രിത്യ ആമുഖരൂപേണ യത്കിഞ്ചിത് വക്തും ഉത്സാഹേ. ശാസ്ത്രികൾ, അദ്ദേഹം തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ ദീർഘകാലം ന്യായ സാഹിത്യ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആജ്ഞയും കൂടിയുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഈ ഭദ്രദീപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്ന ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം ആചരിച്ചു വരുന്നതായ ഭദ്രദീപം എന്ന ഈ വിശിഷ്ടമായ പൂജാ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തന്ത്രി ശ്രീ പ്രദീപ് നമ്പൂതിരിപ്പാട്. നമുക്ക് പ്രത്യേകം പരിചയമൊന്നും ആവശ്യമില്ല. നെടുമ്പള്ളി തരണനല്ലൂർ കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. ഷൊർണൂരിലെ ഒരു ഏരിയസ് സ്കൂളിൽ അദ്ദേഹം അധ്യാപകനായി, വ്യാകരണ അധ്യാപകനായി ശിക്ഷാശാസ്ത്രി എന്ന ബിരുദങ്ങൾ സമ്പാദിച്ച ശേഷം കഴിഞ്ഞ 2 ദശകത്തിലേറെയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു വരുന്നു. ദേവൻ്റെ കലകൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു വന്ന അനുഷ്ഠാനങ്ങളാണ്. എന്നാൽ ഈ ഓരോ അയനത്തിനും ഭദ്രദീപം എന്ന് പറഞ്ഞ ക്രിയ, ഭദ്രം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം എന്താണ്. സശ്രേയസം ശിവം ഭദ്രം കല്യാണം മംഗളം ശുഭം എന്നൊക്കെ അമരത്തിൽ പറയുന്നു. മംഗളമാണ്. അപ്പോൾ മംഗളമായ ദീപം തന്നെ എന്താ, വഴി കാണിക്കുന്നതാണ്, ഇരുട്ടിനെ അകറ്റുന്നതാണ് ജ്യോതി. ആ ഇരുട്ടിനെ അകറ്റുക. നമുക്ക് നമ്മുടെ ഇരുട്ടുകൾ പലതരത്തിലുള്ള ഇരുട്ടുണ്ട്. അജ്ഞാനമാകുന്ന ഇരുട്ടുണ്ട്, പിന്നെ ദാരിദ്ര്യമാകുന്ന ഇരുട്ടുണ്ട്, ഈതിബാധകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇരുട്ടുകളെയും അകറ്റുന്ന ഒരു ദീപമാണ് ഈ ജ്യോതി, അല്ലെങ്കിൽ ഈ ഭദ്രദീപം, ഭദ്രമായ ദീപം. അത് ഈതിബാധകൾ, രാജ്യത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട്, രാജ്യത്തെ പ്രജകളുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട്. മറ്റത് ദേവൻ്റെ കലകൾ വർദ്ധിക്കാനാണെങ്കിൽ, ദേവൻ്റെ കലകൾ വർദ്ധിച്ചാൽ ദേവൻ്റെ പരിപൂർണമായുള്ള അനുഗ്രഹം ജനങ്ങൾക്ക് ലഭിക്കും. ദേവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കണം എന്ന് മാത്രം പോരാ, ഈതിബാധകൾ ഉണ്ടാവരുത്. നാട്ടിലെ ദുർഭിക്ഷം തുടങ്ങിയിട്ടുള്ള, അതിവൃഷ്ടി അനാവൃഷ്ടി തുടങ്ങിയിട്ടുള്ള ആ ഒരു ദുർഭിക്ഷം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ഈതിബാധകൾ രാജ്യത്തുണ്ടാവരുത്. അപ്പോൾ ഈതിബാധകൾ ഉണ്ടാവരുത് എന്ന് വരുമ്പോൾ അതിനെന്ത് ചെയ്യണം? അതിനാണ് ഈ ഭദ്രദീപം എന്ന ക്രിയ. 5 ദിവസത്തെ അയന സംക്രാന്തിക്ക് ദീപം കൊളുത്തുന്ന തരത്തിലുള്ള 5 ദിവസത്തെ ക്രിയയോടുകൂടി ഉള്ള ഭദ്രദീപവും, ലക്ഷദ്വീപം എന്ന് പറഞ്ഞാൽ മുറജപക്കാലത്തെ മകരസംക്രാന്തിക്ക് ഉള്ള 7 ദിവസം ബീജാങ്കുരാർപ്പണത്തോട് കൂടിയിട്ടുള്ള, ബീജാർപ്പണത്തോട് കൂടിയിട്ടുള്ള 7 ദിവസം മുളയിട്ടിട്ടുള്ള ഭദ്രദീപവും, അത് ലക്ഷദ്വീപം. മറ്റത് ഈ 11 ദീപങ്ങൾ വരുമ്പോൾ അത് 11 അയനത്തിലും ഭദ്രദീപവുമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് ഇവിടെ നടന്നു വരികയാണ്. നിവേദയാമി എന്ന് പറഞ്ഞിട്ട് സ്വാഹാകാരം കൊടുക്കുന്നത്. നമ്മൾ നിവേദിക്കുമ്പോൾ തന്നെ നമ്മൾ വ്ളാഗി